ബൈബിൾ കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. അതെ, ഞാനും പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവരും നെഗറ്റീവ് കമൻസ് ഇട്ട് രസിക്കുന്നവരും എനിക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എൻ്റെ കുറ്റങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് ആത്മസന്തോഷം കണ്ടെത്തുന്നവരും, ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. അതാണല്ലോ അന്തസ്. അതാണ് അന്തസ്സല്ലേ. നാളെ ഇനി വല്ലോരും കല്ലെറിഞ്ഞിട്ട് പോലീസ് കേസും കാര്യങ്ങളായിട്ട് പോവരുത് എന്റെ പൊന്നു രണസുന. പാപം ചെയ്യാത്ത ആൾക്കാരില്ലെന്നൊന്നും പറയരുത്. പാപം ചെയ്ത ആളുകൾക്ക് ആ പാപക്കറ മായ്ച്ചു കളയാൻ വിശ്വാസമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. വിശ്വാസപ്രകാരം പല കാര്യങ്ങളുണ്ട്, ഓരോ മതത്തിലുണ്ട്. അവരിനി എന്ത് വലിയ പാപം ചെയ്ത് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി പാപം ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചിട്ടൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇനി നാളെ എങ്ങാനും നെറ്റിക്ക് കല്ലേറും കൊണ്ട് ചോരയും പൊട്ടിയിട്ട് കരഞ്ഞിന്റെ പൊന്നെ കർത്താവേ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടാ. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ പാപം ചെയ്യാത്തവരാണെങ്കിൽ കല്ലെറിയാനാ പറയുന്നത്. അതായത് രേണുസുതി പാപം ചെയ്തു എന്ന കാര്യത്തിന് അവർക്ക് തന്നെ ഒരു ധാരണ വന്നു എന്നുള്ളതാണ്. ഞാൻ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ ക്രൂശിക്കുന്നവരെന്തായാലും തെറ്റ് ചെയ്യാത്തവർ ക്രൂശിച്ചാൽ മതി എന്ന് പറയുമ്പോ ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് തന്നെ നല്ല ധാരണ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ രേണുസുതിയെ കുറിച്ചിട്ട് നമ്മുടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിത് മുഴുവനൊന്ന് കേൾക്കണം കേട്ടോ. അതുകൂടാതെ ഒരു വീഡിയോയും കൂടി ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണണം. പുള്ളിക്കാരി അടുത്ത് ചോദിക്കുന്നതിനുള്ള ഒരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നത്. എന്നാലും അവർ ചോദിച്ചിരിക്കുന്നത് എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ സ്വരച്ചേർച്ച. അപ്പൊ അതങ്ങനെ ചോദിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇന്ന് ബിന്നിയുടെ പ്രോഗ്രാം, അതായത് ബിന്നിയുടെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്, ആ ഒരു ലോഞ്ചിന് ആ കാര്യം ഒന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിയുടെ പുതിയൊരു ഷോപ്പിന്റെ ലോഞ്ചിന് എന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തില് എനിക്കൊരു പുരസ്കാരം ഉണ്ടായിരുന്നു, ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവുമായിരുന്നു ഞാൻ ഓൾറെഡി നൂബിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ നൂബിനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ രേണു അനുവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാന്ന്? അതായത് ഇപ്പോഴും ബിഗ് ബോസിലെ ആ ഒരു കണ്ടന്റ്, ആ ഒരു ഗെയിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വെറുതെ ടൈം കളഞ്ഞ് അവരുടെ ഓരോ വിലപ്പെട്ട സമയം കളഞ്ഞ് കുളിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. അത് പിന്നെ ഒരിക്കൽ എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുത്ത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചൊരു കാര്യമാണ് രേണു ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ അനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അനുവായിട്ട് എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് റിപ്ലൈ ആണ് കൊടുക്കേണ്ട. പക്ഷെ പുള്ളിക്കാരി പറയുന്ന വെച്ചാൽ അവിടെ അനു ഉണ്ടായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഇവിടെ ആരെങ്കിലും ആയിട്ട് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോണ്ടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വകതിരിവില്ല, വിവരച്ച എടുത്തുകൂടെ പോലും പോയില്ല. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് നന്നായിട്ടുണ്ട്. ഏവിയേഷൻ പഠിച്ചു എന്നൊക്കെ പറയുന്ന നോണ നമ്മൾ കേട്ടതാണ്, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ കുഴപ്പം. സ്വന്തം വീട് ചോരുന്നുണ്ടോ എന്ന് ഒന്നും അറിയാതെ ഒരാളൊന്നും ചോദിക്കില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളോട് ആ രീതിയിലല്ല സംസാരിക്കേണ്ടത്. വീടുണ്ടാക്കി തന്ന ആളെ കുറിച്ചിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക, ആരെ കുറിച്ച് എന്ത് സംസാരിക്കണം എന്ന് യാതൊരു ബോധവുമില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അനുമോളെ ഞങ്ങൾ തമ്മിൽ കുഴപ്പമില്ല എന്നൊക്കെ എങ്ങനെ പറയുക? അതൊന്നും പറ്റില്ല. കാരണം അതിന് മാത്രമുള്ള വകതിരിവില്ല. എത്രത്തോളം ഉണ്ടാ വകതിരിവ് എന്ന് ഞാൻ കാണിച്ചു തരാം, വേണമെങ്കിൽ സംശയമുള്ള ആളുകൾക്കൊന്ന് കാണിച്ചു തരാം. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. ഭാരതം എന്ന് പറയാലോ? ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ അല്ല, അങ്ങനെ പറയാം. വന്ദേ മാതരമെന്നും പറയാം, ഭാരതം എന്നും പറയാം. എന്തോ ഇതൊന്നും ആരും കാണണ്ട. ചില ആളുകൾ ഇതൊക്കെ കണ്ട കേസ് കൊടുക്കാനൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. വന്ദേ മാരതം അല്ലെ, വന്ദേ ഭാരതം ഇതും പറയാ അല്ലെ. വന്ദേ മാതരം എന്നാണ് പറയാ. അതാ ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന്റെ കുറവ് മാത്രല്ല, വകതിരിവിന്റെ കുറവുണ്ട്. പിന്നെ സംസാരിക്കാൻ അറിയില്ല, ആ ഒരു ബോധേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ രേണുസുതിക്ക് പറ്റിയിട്ടുള്ള ടീംസ് വേറെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അത് കാണിച്ചു തന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ടാ. താങ്ക് യു സിദിൻ ബ്രോ, താങ്ക് യു. ലവ് യു ബ്രോ, ലവ് യു. വന്ദേ ഭാരത്.
വന്ദേ ഭാരത് എടാ വന്ദേ ഭാരതം അല്ല വന്ദേ വന്ദേ ബസിന്റെ പേരല്ലേ വന്ദേ മന്ദാരം. എന്റെ പൊന്നെ, ഇങ്ങനെ കുറെ പൊട്ടന്മാര് കറക്റ്റ് രേണുസുതിക്ക് പറ്റിയ ആളുകളാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല, അത് ശരിയല്ല. അതൊരു തെറ്റായ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് വീണ്ടും ആവർത്തിക്കുന്നത് ശരിയല്ല. വന്ദേ മാതരം എന്നാ പറയാന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, കഴിഞ്ഞ പോയൊരു വീഡിയോ അല്ലേ. അപ്പോ രേണുസുതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വകതിരിവില്ല. പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ, ഞാൻ നന്നായി പാപം ചെയ്ത ആളായത് കൊണ്ട് പാപം ചെയ്യാത്തവർ എറിഞ്ഞാൽ മതി എന്നാ പറയുന്നേ. ഓക്കെ, നാളെ കല്ലേറും കൊണ്ട് കരഞ്ഞു വരുന്നത് കാണുന്ന തോന്നുന്നേ. എന്തൊക്കെയായാലും രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നാള് തന്നെ തോൽപ്പിക്കാൻ ഒരു കോമ്പറ്റീറ്റർ ഇല്ല എന്ന് ധാരണയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ രേണുസുതിക്ക് നല്ല 8ന്റെ പണി കൊടുക്കാൻ കഴിവുള്ള ഒരാള്, രേണുസുതിക്ക് ഭീഷണിയുമായിട്ടൊരാള് കാണാം. ഈ പാന്റിന്റെ ഇടയിൽ വല്ല പാറ്റ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് നന്നായിട്ട് കൊതുകടിയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ രേണുസുതിയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, പാട്ടും നൃത്തവും അതിമനോഹരമായി ചെയ്യാൻ കഴിയുന്ന രേണുസുതിയെ തോൽപ്പിക്കാൻ ഇതാ പുതിയൊരു ഭീകരയും കൂടിയും പുറത്തു വന്നിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാല്ലേ. ആരാടേ ഇവരെയൊക്കെ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വിളിക്കുന്നത്? എന്താടാ കാണിച്ചു കൂട്ടിയെ? ഇതാണല്ലേ ശുദ്ധ സംഗീതം? നിങ്ങൾ രേണുസുനയുടെ അശുദ്ധ സംഗീതത്തെ നാണം കെടുത്തരുത്. അവരുടെ നൃത്ത കഴിവുകളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും മോശം പറയരുത്. ഇവരൊക്കെ രേണുസുതിയുടെ അടുത്തെത്തുവോ? എത്തുവോ? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടാ. പിന്നെ പാപം ചെയ്യാത്ത ആളുകളൊക്കെ ക്യൂ ആയിട്ട് കല്ലേറ്റ് ചെല്ലും കേട്ട്. ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി കല്ല് എടുക്കുമ്പോ തന്നെ പാപം ചെയ്തു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എല്ലാ മതത്തിലും ഉണ്ടല്ലോ പാപം ചെയ്ത കാര്യങ്ങളൊക്കെ മായ്ച്ചും തേച്ചും കളയാനുള്ള ഓപ്ഷൻസ്. ആ ഓപ്ഷൻസ് സ്വീകരിക്കുക, വേണമെങ്കിൽ എറിയ. ഞാൻ എത്ര പറയുന്നുള്ളൂ. കാരണം രേണുസുതി എന്നെ പറയുന്നുണ്ട് എറിഞ്ഞോളാം. ഇതേപോലെ തന്നെ മുന്നേ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു പണ്ട്. അപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ ഈ പരിപാടിയാണ്. എന്തായാലും കൊള്ളാം. ബൈബിളൊക്കെ എടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കാനും മാത്രമുള്ള ബോധമൊക്കെ അവർക്ക് വന്നല്ലോ. അടച്ച തമ്പുരാൻ കാക്കട്ടെ. നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളിട്ടാ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.